Hey guys, welcome back to my channel. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഒരു മോസ്റ്റ് മെമ്മറബിൾ അല്ലെങ്കിൽ ഒരു മോസ്റ്റ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണെന്ന് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ ഒരു പുതിയൊരു മെമ്പറിനെയും കൂടി ആഡ് ചെയ്യാനായിട്ട് പോവാണ്. വലുതായിട്ട് സസ്പെൻസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ഹ്യൂണ്ടായുടെ ഷോറൂമിലാണ്. ഒരുപാട് കാറുകളൊക്കെ നമ്മളിങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടായിരിക്കും എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ പോകുന്നത്. അപ്പോൾ കാർ ഏതാണെന്നറിയണ്ടേ? വാ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ലേ, കറക്റ്റ് ഇവിടെ നടക്കുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ഒരു അമ്പലമാണ്. അപ്പോൾ അവിടുത്തെ ആന വന്നിട്ട് ഇങ്ങനെ നമസ്കരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അതും കൂടി ആയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് വണ്ടി ഇറക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നല്ലൊരു മികച്ച തീരുമാനമാകുന്നു. റൈറ്റ് ലെഗ് വെച്ച് കയറിയത്. അപ്പോൾ യെസ്, ഹ്യുണ്ടായി വെന്യൂ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് നാളായി വണ്ടി എടുത്തിട്ട്. ആസ് ഓഫ് നൗ എനിക്കറിയില്ല, ആ ഒരു എടുക്കാൻ പോയ സമയത്തിനെക്കാട്ടിലും എന്തോ ഒരു കണക്ഷനും അറ്റാച്ച്മെൻറ്റും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എനിക്കുണ്ട്. അങ്ങനെ നമ്മുടെ അവസാന ഘട്ട പരിപാടിയിലോട്ട് കടക്കുകയാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ തന്നെ ആദ്യത്തെ ഒരു വണ്ടിയാണ് കേട്ടോ. എൻ്റെ സ്വന്തം പേരിലുള്ള ഒരു ഫസ്റ്റ് ഒരു കാറാണ്. കാറെന്നല്ല, ആദ്യത്തെ ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, ആദ്യമായിട്ട് സൈൻ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷം എല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ സർവീസിൽ നമ്മൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ റിങ് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം കാറിൻ്റെ അകത്തുള്ള സകലമാന ഫീച്ചേഴ്സും ഓരോന്നും മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കാരിക്ക മണ്ഡപം ഷോറൂം എന്നാണ്, ഹ്യുണ്ടായുടെ ഷോറൂം. അപ്പോൾ ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് നമുക്ക് കൊണ്ട് എല്ലാ ഹെൽപ്പും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് ദീപ്തി ചേച്ചിയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആളെ കണ്ടാൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ്. സോ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്കൊന്ന് പെട്രോൾ അടിക്കണം. അതിനുശേഷം നേരെ അമ്പലത്തിലോട്ട് പോവാണ്. ആറ്റുകാലിലോട്ടാണ് പോകുന്നത്. താക്കോൽ പൂജ ചെയ്യണം. അപ്പോൾ അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമുണ്ട്, വൈ വെന്യൂ, എന്തുകൊണ്ട് വെന്യൂ എടുത്തു, എടുക്കാനുള്ള റീസൺ എന്താണ്, വേറെ ഓപ്ഷൻസ് നോക്കാതിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞൊരു കുഞ്ഞു വണ്ടി, നമുക്ക് കൊണ്ട് നടക്കാനൊക്കെ എളുപ്പത്തിനുള്ളൊരു കുഞ്ഞു കാറായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഒരുപാട് ടെസ്റ്റ് ഡ്രൈവ് എടുത്തതിലും മൈലേജ് ആണെങ്കിലും കംഫർട്ടാണെങ്കിലും ഡ്രൈവ് ചെയ്യാനുള്ളൊരു ആ ഒരു സുഖമാണെങ്കിലും ട്രാവലിങ്ങിനാണെങ്കിലും ഒക്കെ കമ്പാരിറ്റീവ്ലി തമ്മിൽ ഭേദമായിട്ട് തോന്നിയത് ഈ ഒരു പ്രൈസ് റേഞ്ചിനും വെന്യൂ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് ആറ്റുകാൽ അമ്പലത്തിലാണ്. അവിടെയാണ് താക്കോൽ പൂജയും എല്ലാം ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വീട്ടിലോട്ട് കൊണ്ടുവരണം. വീട്ടിൽ വന്നതിന് ശേഷം തിരിച്ച് വല്യമ്മയും അങ്ങനെ നമ്മുടെ 2-3 കുറച്ച് അടുത്ത ആൾക്കാരെ കൊണ്ടുപോയി കാണിക്കണം. അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ദിവസം.
പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നാളായി വെന്യൂ എടുത്തിട്ട് ഇപ്പോഴും എനിക്ക് ആ ഒരു വണ്ടിയുടെ അടുത്ത് ആ ഒരു സ്നേഹം കൂടുന്നതല്ലാതെ നമുക്ക് ജീവനില്ലാത്ത സാധനത്തിനടുത്ത് ഇത്രയ്ക്ക് സ്നേഹം തോന്നുന്നതൊക്കെ തോന്നാം. അങ്ങനെ കൂടുന്നതല്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാനായി മാറുന്നതല്ലാതെ എൻ്റെ അഭിപ്രായത്തിൽ പ്രത്യേകിച്ച് വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പൂജ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി. പിന്നെ നമ്മുടെ ഈ ഒരു കാറിന് വേറെ ചെറിയൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ളതിൽ ഏറ്റവും ആദ്യത്തെ ഒരു ബ്ലാക്ക് കാറാണിത്. അപ്പോൾ ഇതുവരെ ഉള്ളതെല്ലാം കൂടുതലും വൈറ്റ്, റെഡ്, ഗോൾഡൻ അങ്ങനെയൊക്കെയായിരുന്നു കൂടുതലും. അപ്പോൾ ബ്ലാക്ക് ഫസ്റ്റ് ടൈമാണ്. സോ എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്കാണ്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിരുന്നു ബ്ലാക്ക് വേണോ വേറെ നോക്കി കൂടെ, ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് ബ്ലാക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കഥ പറഞ്ഞ് നമ്മളിതേ അമ്പലത്തിൽ നേരത്തെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് വിട്ടതിന് ശേഷം പിന്നെ വല്യമ്മയെ കാണിക്കാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തു വച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി ലോങ് ആക്കുന്നില്ല. ഇത് ഇവിടം കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ് ഈ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനലിലോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. തൊട്ടപ്പുറത്തെ ബെലൈക്കണും കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.